തോട്ടക്കലയുള്ള പാട്. തോട്ടക്കല എന്താ? തൊട്ടക്കലേ മലയാളം തോട്ടക്കലയുള്ള പാട്. പോലെ കഴിഞ്ഞില്ല. ആദ്യം അവനെ പറഞ്ഞു വന്നത്. നമുക്ക് നാണക്കേടാ. അതെ അതെ. യാത്ര ചെയ്യുമ്പോഴും ചില ആളുകള് നിങ്ങൾ കഴിഞ്ഞ ദിവസം ചെയ്ത ക്യാരക്ടർ എന്റെ ക്യാരക്ടറാട്ടോ, എന്റെ ജീവിതമാണെന്ന് പറയുന്നത്. നമ്മൾ ഏത് നാട്ടിൽ ചെയ്താലും അവിടെ അതുപോലെ ഒരാളുണ്ടാവും. എന്നിട്ട് അയാളുടെ പേരെടുത്തൊക്കെ ഉപയോഗിക്കും. നന്നായിട്ട് കോഴിക്കോടൻ ഭാഷ വരണം, നന്നായിട്ട് ഹ്യൂമർ ചെയ്യണം, കാണാൻ നല്ല ഭംഗിയുള്ള ഒരു കുട്ടിയായിരിക്കണം എന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. എന്റെ പൊന്നോ എന്തോ തകർപ്പെന്നറിയാം. ഞാൻ എത്ര പറയുന്നു ഡബിൾ ഇങ്ങോട്ട് ഭയങ്കര പെർഫോമൻസ്. അപ്പൊ ഞാൻ പറഞ്ഞു മോളെ നീ രക്ഷപ്പെടും, നീ ഇടുക്കാട്ടോ, സൂപ്പർ. അങ്ങനെ നീ എന്റെ കൂടെ ഇങ്ങനെ ആരും ചെയ്തിട്ടില്ല. ഒരു 10-20 ബൊക്കയും കൊണ്ട് ആളുകൾ വരും. സാധാരണ 2 ബൊക്കയും കൊണ്ടാണ് വരാറ്. അപ്പൊ ഞങ്ങള് ഫ്ലൈറ്റിൽ ഇരിക്കുമ്പോഴാണ് ഇത് ഡിക്ലെയർ ചെയ്തത്. റോസാപ്പൂ ഡിക്ലെയർ ചെയ്തത്. പക്ഷെ അവിടെ ഇത്രയും റോസാപ്പൂ ബൊക്കയായിട്ട് വരുമ്പോ സുരഭി ഞാനിങ്ങനെ ഇത് ആർക്കാ ഇത്രയൊക്കെ കൊണ്ടുവരുന്നത്? എല്ലാരും സുരഭിക്ക്, എനിക്ക് ഒരൊറ്റൊന്നും കിട്ടില്ല. അപ്പൊ അനൗൺസ് ചെയ്തോളൂ. അതോടെ അവൾ അൺകോൺഷ്യസ് ആയി വീണു. മിന്നുങ്ങേ മിന്നും മിനുങ്ങേ എങ്ങോട്ടാണെങ്ങോട്ടാണീ തിടുക്കം, നീ തനിച്ചല്ലേ പേടിയാകില്ലേ, കൂട്ടിന് ഞാനും വന്നോട്ടെ. മിന്നാമിനുങ്ങേ. മനസ്സിൽ കാണുന്ന ഇവന്റ് അത് ഏതുമായിക്കോട്ടെ, അതിനെ കൂടുതൽ കളർഫുൾ ആക്കാൻ കൂടുതൽ സ്പെഷ്യൽ കണ്ടന്റോടുകൂടി മൈൽസ്റ്റോൺ ഇവന്റ്സ്, ബർത്ത്ഡേ പാർട്ടി, എൻഗേജ്മെന്റ്, കല്യാണം, കോർപ്പറേറ്റ് ഇവന്റ്സ്, അങ്ങനെ ഏത് ഇവന്റ്സും കൂടുതൽ സ്പെഷ്യൽ കണ്ടന്റോടുകൂടി നമുക്ക് മനോഹരമാക്കാം മൈൽസ്റ്റോൺ ഇവന്റ്സിലൂടെ. നിങ്ങൾ ആ ഒരു പാത്തും മൂസക്കായി എന്ന് പറഞ്ഞ ഒരു കോംബോ ഭയങ്കര ഹിറ്റ് ആയിരുന്നല്ലോ. അപ്പൊ ഇപ്പം വിനോദേട്ടനായിക്കോട്ടെ സുരഭി ചേച്ചിയായിക്കോട്ടെ, നിങ്ങൾ ശരിക്കും ജീവിതത്തിൽ നല്ലൊരു സൗഹൃദം കാത്തു സൂക്ഷിക്കുന്ന ആൾക്കാരാണ്. അപ്പൊ ഞാൻ ചേട്ടൻ്റെ ഒരു പോസ്റ്റ് കണ്ടിട്ടുണ്ടായിരുന്നു, സുരഭി ചേച്ചിയുടെ വീട്ടിൽ പോയിട്ട് അമ്മാമ്മന്റെ കൂടെയൊക്കെ ഉള്ള പോസ്റ്റ് ഒക്കെ. അപ്പൊ ചേച്ചിയാണെങ്കിൽ ഇപ്പൊ ഇത്രയും നാഷണൽ അവാർഡൊക്കെ വിൻ ചെയ്തിരിക്കുമ്പോൾ കൂടെ അഭിനയിച്ച ചേച്ചിയുടെ സ്റ്റാർട്ടിങ് ടൈം തൊട്ട് കൂടെ അഭിനയിച്ച ഒരാളാണ്. അപ്പൊ എത്രത്തോളം പ്രൗഡായിരുന്നു ചേട്ടൻ? അല്ല, എനിക്ക് പ്രൗഡ് തന്നെയാണ്. കാരണം MAT മൂസിലേക്ക് അവളെ നിർദ്ദേശിക്കുന്നത് ഞാനാണ്. ഇപ്പൊ എന്നെ വിനോദാണ് മൂസ എന്ന് മമ്മൂക്കയുടെ ബ്രദറാണ് അതിന്റെ പ്രൊഡ്യൂസർ ഇബ്രാഹിംക്ക് തീരുമാനിച്ചു. ഇനി നിനക്കൊരു ഭാര്യ വേണം, നന്നായിട്ട് കോഴിക്കോടൻ ഭാഷ വരണം, നന്നായിട്ട് ഹ്യൂമർ ചെയ്യണം, കാണാൻ നല്ല ഭംഗിയുള്ള ഒരു കുട്ടിയായിരിക്കണം എന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. ഉടനെ എൻ്റെ മനസ്സിലേക്ക് വന്നത് സുരഭിയാണ്. ഞാൻ പറഞ്ഞു ഇങ്ങനെ സുരഭി. അപ്പം അദ്ദേഹത്തിന് അറിയില്ല. അപ്പൊ ഞാൻ അവള് ചെയ്ത ഒരു പെർഫോമൻസ് കാണിച്ചു കൊടുത്തപ്പോൾ അദ്ദേഹം പറഞ്ഞു ഇവള് മതി. അങ്ങനെയാണ് സുരഭി വരുന്നത്. പിന്നെ അവളുടെ അവാർഡ് കിട്ടിയ സിനിമയിലേക്ക് അവളെ സുരഭിയുടെ കാര്യം പറഞ്ഞ പറയാം. എന്റെ ഭാര്യയായിട്ട് അഭിനയിച്ചായിരുന്നു അന്ന്. ഇങ്ങനെയൊക്കെ കൂടെ ഉള്ളപ്പോഴായിരിക്കാം. കാരണം ഇത് ഈ മീഡിയയിലൊന്നും അത്ര ആയിട്ടില്ല. ഞാൻ അവള് പെട്രോൾ പമ്പിലെ ജോലിക്കാരിയാണ്. ബട്ടർഫ്ലൈസ് ഒരു പേര്, അങ്ങനെ ഒരു പേരാണ്. രാജചേട്ടൻ ഇല്ലേ നമ്മളെ ബ്ലാക്ക് ബട്ടർഫ്ലൈ? ഇത് അദ്ദേഹത്തിന്റെ മോനാണ് അതിപ്പോ ഇദ്ദേഹം ഈ പെട്രോൾ പമ്പില് എന്റെ വൈഫാണ്. ഞാൻ കളർ കൂടി വെച്ച് തകർക്കുന്ന സമയം എന്റെ പൊന്നു, ഇവിടെ വായി ഞാൻ ചെന്ന് പെട്ട് എന്ന് വെച്ചാൽ ഇവിടുത്തെ പൈസ ചോദിക്കാന്നില്ലെന്ന്. എന്റെ പൊന്നു എന്തോ തകർപ്പെന്നറിയാം. ഞാൻ എത്ര പറയുന്നു അതിന്റെ ഡബിൾ ഇങ്ങോട്ട് ഭയങ്കര പെർഫോമൻസ്. അപ്പൊ ഞാൻ പറഞ്ഞു മോളെ നീ രക്ഷപ്പെടും, നീ ഇടുക്കാട്ടോ, എന്നിട്ട് സൂപ്പർ. നീ എൻ്റെ കൂടെ ഇങ്ങനെ ആരും ചെയ്തിട്ടില്ല എന്നൊക്കെ പറഞ്ഞു. ആ പെണ്ണിനെ പിന്നെ ദേശീയ അവാർഡൊക്കെ കിട്ടിക്കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു മോളെ ഞാൻ ഇങ്ങനെ പറഞ്ഞ ഓർമ്മയുണ്ടോ ചോദിച്ചപ്പോൾ ഗൾഫിൽ വെച്ച് ഞങ്ങൾ ഒരുമിച്ചൊരു പ്രോഗ്രാമിന് പോയപ്പോൾ ചേട്ടാ എവിടെ ചേട്ടാലും സ്നേഹമാണ്. അവാർഡ് കിട്ടിയ സിനിമയിലേക്കും സുരഭി പോവില്ല എന്ന് പറഞ്ഞ് വാശി പിടിച്ചിരുന്നതാണ്. കാശ് കുറവാണ്, റെമുനേഷൻ ഇല്ലാണ്ടെന്ന് ഞാൻ പോവില്ല, 17 ദിവസം വർക്ക് ചെയ്യണമെന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു സുരഭി ധൈര്യം, കാശ് നോക്കണ്ട, ഈ ക്യാരക്ടറിന് ഒരു അവാർഡിന്റെ മണമുണ്ട്. നീ ഇതുവരെ ചെയ്ത പാത്തു എന്ന് വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു ക്യാരക്ടറാണ്, നീ ധൈര്യമായിട്ട് ചെല്ലെന്ന് പറഞ്ഞ ഉന്തി പറഞ്ഞയച്ചതാണ്. അതിനാണ് അവൾക്ക് അവാർഡ് കിട്ടിയത്. ഈ അവാർഡ് കിട്ടുന്ന വിവരം ഞങ്ങൾ രണ്ടുപേരും ഗൾഫിൽ പെർഫോം ചെയ്യാൻ വേണ്ടി ഫ്ലൈറ്റിൽ നിന്ന് ഇറങ്ങിയിട്ട് ചെല്ലുമ്പോഴാണ് ഒരുപാട് ആളുകൾ ബൊക്കയും കൊണ്ട് വരുന്നു. ഒരു 10-20 ബൊക്കയും കൊണ്ട് ആളുകൾ വരും. സാധാരണ 2 ബൊക്കയും കൊണ്ടാണ് വരാറ്. അപ്പൊ ഞങ്ങൾ ഫ്ലൈറ്റിൽ ഇരിക്കുമ്പോഴാണ് ഇത് ഡിക്ലെയർ ചെയ്തത്. പക്ഷെ അവിടെ ഇത്രയും റോസാപ്പൂ ബൊക്കയായിട്ട് വരുമ്പോ സുരഭി ഞാനിങ്ങനെ ഇത് ആർക്കാ ഇത്രയൊക്കെ കൊണ്ടുവരുന്നത്? എല്ലാരും സുരഭിക്ക്, എനിക്ക് ഒരൊറ്റൊന്നും കിട്ടില്ല. അപ്പോഴാണ് സുരഭി അറിയണത്
നീ സുരഭി നീയാണ് ദേശീയ താരമായിട്ട് ഇപ്പൊ അനൗൺസ് ചെയ്തോളൂ. അതോടെ അവൾ അൺകോൺഷ്യസ് ആയി വീണു. അപ്പൊ അവാർഡിന് പിന്നിൽ ചേട്ടനാണ്. എല്ലാ രീതിയിലും ഉണ്ട്. അപ്പൊ അതുകൊണ്ട് ആ ഒരു ബന്ധം ഞങ്ങൾ ഇന്നും കാത്തു. പിന്നെ ഫാമിലി ആയിട്ട് ഇപ്പൊ സുരഭി എപ്പോഴും എന്റെ വീട്ടിൽ വരാറുണ്ട്. ഇതിനകത്ത് വരുന്ന നായിക എന്ന് പറഞ്ഞ കഥാപാത്രം, സോ കോൾഡ് നായിക എന്ന് പറയുന്ന കഥാപാത്രം ഇന്റർവെലിന് ശേഷമാണ് വരുന്നത്. എക്സാമ്പിൾ ആയിട്ട് പറയുകയാണ്. അപ്പം ഇതിനകത്ത് കഥയ്ക്കാണ് ഇമ്പോർട്ടൻസ്, അല്ലാണ്ട് കഥയോടൊപ്പം കഥാപാത്രങ്ങൾ സഞ്ചരിക്കുന്നു എന്നുള്ള വ്യത്യാസമേ ഉള്ളൂ. ഓക്കെ. അപ്പം ഇപ്പൊ ഇതൊരു രാഷ്ട്രീയത്തിനെ പറ്റി പറയുന്നുണ്ടല്ലോ എവിടേക്കൊക്കെയോ. കാരണം ട്രെയിലർ കണ്ടപ്പോഴും പിന്നെ നമ്മൾ പോസ്റ്ററിലൊക്കെ എവിടെയൊക്കെ ഒരു രാഷ്ട്രീയത്തിന് ഇങ്ങനെ തൊട്ട് തലോടുന്ന പോലെ തോന്നി. പക്ഷെ നമ്മുടെ യങ്സ്റ്റേഴ്സ് ആണ് നമ്മുടെ സിനിമയുടെ ഇപ്പോഴത്തെ മെയിൻ ഓഡിയൻസ്. അപ്പൊ യങ്സ്റ്റേഴ്സിനെ അട്രാക്ട് ചെയ്യുന്ന എന്തൊക്കെ എലമെന്റ്സ് ആണ്? യങ്സ്റ്റേഴ്സ് അട്രാക്ട് ചെയ്യുന്നത് ഇപ്പം നോക്കൂ, ഒരു ഈ സിനിമയിൽ നിറയെ സിറ്റുവേഷണൽ കോമഡീസ് നിറയെ ഉണ്ട്. അത് യങ്സ്റ്റേഴ്സ് ആവട്ടെ, ഇപ്പം 5 മുതൽ 85 വരെയുള്ള ആൾക്കാർക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഈ സിനിമ പോകുന്നത്. എല്ലാവർക്കും കണക്ട് ചെയ്യാൻ പറ്റും. അതാണ് ഈ മൂവിയുടെ പ്രത്യേകത. അതായത് ഇതൊരു യോയോ മൂവിയാണെന്ന് വെച്ചാൽ അല്ല, എന്നാൽ ഇറ്റ്സ് എ ഫാമിലി എൻ്റർടൈനറാണ്. അപ്പോൾ ഫാമിലിയോടുകൂടി ഒരു സന്തോഷമായിട്ട് പോയിട്ടിരുന്ന് കണ്ട് ഫീൽ ഗുഡ് മൂവിയായിട്ട് വരാം. കാരണം എന്നിലൂടെയാണ് പിന്നെ ട്രാവൽ ആവുന്നത് സ്റ്റോറി, റീസൺ, എൻ്റെ സ്ട്രഗിൾ എല്ലാം കാണിക്കുന്നുണ്ട്. അതാണ്. പക്ഷം ഈ എൻ്റെ കഥാപാത്രം എന്നുള്ളതല്ല, ഈ അതിനകത്ത് എല്ലാം കണക്റ്റഡ് ആണ്. എല്ലാ കഥാപാത്രങ്ങളും ഓരോ വന്നു പോകുന്ന ഓരോ കഥാപാത്രങ്ങളും പറയുന്നത് അദ്ദേഹം പറയുന്നത് മനസ്സിലായ, നായകനോ നായികയോ ഒന്നും ഇല്ല ഇതിന്. ഇല്ല. എല്ലാവർക്കും എല്ലാവർക്കും സ്പേസ് ഉണ്ട്, തുല്യ പ്രാധാന്യമാണ്. അപ്പൊ ഒരു കഥയാണ് അത്. അത് വിജയിപ്പിക്കാൻ വേണ്ടി എല്ലാവരും പരിശ്രമിച്ചു. അത് പ്രിവ്യൂ കണ്ടപ്പോഴത്തേക്ക് ഞങ്ങൾക്ക് തൃപ്തരാണ്. ഇനി ജനങ്ങളാണ് തീരുമാനിക്കേണ്ടത്. അപ്പൊ ഇതൊരു സറ്റയർ ജോണറിൽ പെടുമോ? ഒരു ബ്ലാക്ക് ഹ്യൂമർ ആണ്. ബട്ട് അത് അത് പറയില്ലേ, നമ്മളൊരു ഫ്യൂഷൻ റെസ്റ്റോറൻറ്റിൽ പോയി കഴിക്കത്തില്ലേ, എല്ലാ ചേരുവകളും ഉണ്ട്. അതായത് ഇമോഷണൽ ആണ്, ഇമോഷണൽ ഉണ്ട്, എല്ലാം ഉണ്ട്. അങ്ങനെ എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു മൂവിയാണ്. ഫീൽ ഗുഡ് മൂവിയാണ്. അപ്പം ഈ സറ്റയർ ആണെന്ന് പറഞ്ഞതുകൊണ്ട് ചോദിക്കുകയാണ്. അപ്പം ഇപ്പൊ നിങ്ങൾ ഇപ്പം ശ്രീകുമാരേട്ടനായിക്കോട്ടെ, നെൽസൺ ചേട്ടനായിക്കോട്ടെ, വിനോദേട്ടനായിക്കോട്ടെ, ഒരുപാട് സറ്റയർ ചെയ്യുന്ന നമ്മൾ കണ്ടിട്ടുള്ള ആൾക്കാരാണ്. അപ്പം ഇപ്പം നമ്മുടെ ഭരണഘടനയിൽ ചോദ്യം ചെയ്യുന്ന പോലത്തെ തമാശ രീതിക്കാണെങ്കിൽ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. ഇപ്പം മറിമായത്തിലൂടെ ആയിക്കോട്ടെ. അപ്പം നിങ്ങളിപ്പോൾ പുറത്തൊക്കെ പോകുമ്പോൾ, ഇപ്പം നിങ്ങളിപ്പോൾ ഒരു ഗവൺമെന്റ് ഓഫീസിലൊക്കെ പോകുമ്പോൾ, ഇപ്പം നിങ്ങൾ അന്ന് വീഡിയോയിൽ ഇപ്പോൾ തമാശ രീതിയിലാണെങ്കിൽ അങ്ങനെ ചെയ്തിട്ടില്ലേ എന്നൊക്കെ ഗവൺമെന്റ് ഓഫീസിലൊക്കെ പോകുമ്പോൾ ആരെങ്കിലൊക്കെ ചോദിക്കലുണ്ടോ? അത് ഇവിടെ ചോദിക്കത്തുള്ളൂ. ഒരുപാട് ആളുകൾ ശ്രീകുമാരേട്ടന് പിന്നെ ഒരുപാട് ആളുകൾ ചോദിക്കാറുണ്ട്. അത് ഓഫീസിൽ ചെല്ലുമ്പോൾ മാത്രമേ, ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോഴും ചില ആളുകൾ, നിങ്ങൾ കഴിഞ്ഞ ദിവസം ചെയ്ത ക്യാരക്ടർ എന്റെ ക്യാരക്ടറാട്ടോ, എന്റെ ജീവിതമാണെന്ന് പറയുന്നത്. അത് കേൾക്കുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമാണ്. അതുകൊണ്ട് ഇപ്പൊ എന്താന്ന് അങ്ങനത്തെ പരിപാടി, ഈ സറ്റർ പ്രോഗ്രാം കൊണ്ടുണ്ടായ ഉപകാരം എന്ന് വെച്ചാൽ സമൂഹത്തിൽ ഒരുപാട് മാറ്റങ്ങൾ വരും തീർച്ചയായിട്ടും. തമാശ രീതിയിലാണെങ്കിലും ആൾക്കാർ പറയാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങളാണ് നിങ്ങൾ ആക്ഷേപഹാസ്യത്തിലൂടെയാണ് നമ്മൾ പറയുന്നത്. അല്ല, അത് ഇവരുടെ പ്രോഗ്രാം അത് കണ്ടിരിക്കേണ്ട സംഭവമാണ്. അത് പറയാനുള്ളതല്ല, അവര് നല്ലൊരു പറയുന്നു. അപ്പൊ നമ്മളിപ്പോ ഈ സിനിമയിലും അതെ, ഇപ്പൊ ആർട്ടിസ്റ്റുകൾ ഇപ്പൊ ശ്രീകുമാർ ആയാലും നെൽസൺ ആയാലും പിന്നെ സുരേഷ് ഏട്ടൻ, നോബി, ഞങ്ങളെല്ലാവരും കൂടി അങ്ങോട്ട് ഒത്തുചേരുമ്പം അവിടെ തമാശകൾ ഒരുപാടുണ്ടാവും. സ്ക്രിപ്റ്റിനില്ലാത്ത രീതിയിലുള്ള സിറ്റുവേഷൻ കോമഡീസ് ഒക്കെ പെട്ടെന്ന് എല്ലാവരും അങ്ങനെ കഴിവുള്ളവരാണ്. അങ്ങനെ ഉണ്ടായ ഒരുപാട് സീനുകളുണ്ട്. ഒരുപാട് സന്തോഷമുണ്ട് ഈ സിനിമയുടെ ഭാഗമാവാൻ സാധിച്ചതിൽ. ഇപ്പൊ എന്റെ ക്യാരക്ടർ എന്ന് പറഞ്ഞപ്പോ എല്ലാവരും ഇവരെല്ലാം ട്രിവാൻഡ്രം സ്ലാങ് സംസാരിക്കുമ്പോൾ ഞാൻ മാത്രമാണ് കോഴിക്കോട് സ്ലാങ്. അത് രണ്ടും കൂടിയുള്ള മിശ്രിതം അതും ആളുകൾക്ക് രസം ഉണ്ടാക്കും. നെൽസൺ ചേട്ടൻ്റെ അടുത്ത് ആരും ചോദിക്കലില്ല? ഒന്നും ചോദിക്കലില്ല? എന്തോ ചോദിക്കാന് അല്ല, എന്നാലും ചേട്ടൻ ചെയ്തു വെച്ചിട്ടുള്ള ഏതെങ്കിലും ഞാൻ ഈ സാധാരണക്കാരുടെ വിഷയങ്ങളാ ചെയ്തിട്ടുള്ളത്. ഈ കോമഡി സ്റ്റാർ ചെയ്തിട്ടുള്ളത്, പെയിന്റർമാരുടെ, പിന്നെ ആശാരി പണിക്കാരുടെ, അവർ കാണിക്കുന്ന ചെറിയ ചെറിയ കള്ളത്തരങ്ങൾ അതൊക്കെ എടുത്ത് കോമഡി ആയിട്ട് ചെയ്യുമ്പോഴത്തേന് അവർക്കും രസമാണ്. ഇങ്ങനെയൊക്കെ ഒന്ന് മൂടിയിട്ടൊക്കെ പോകും, അല്ലാതെ വേറെ ഒന്നുമില്ല. ചേട്ടൻ്റെ അടുത്തോ? പിന്നെ തീർച്ചയായിട്ടും നമ്മൾ ചെയ്ത വിനോദോട് നേരത്തെ പറഞ്ഞില്ലേ, അത്തരം കഥാപാത്രങ്ങൾ അത് ഞാനാണ്. ഇന്ന് ഞങ്ങളുടെ വീട്ടിലും ഇതുപോലെ ഒരാളുണ്ട്, അല്ലെങ്കിൽ അന്ന് വിനോദേട്ടൻ ചെയ്ത പോലെ, അല്ലെങ്കിൽ മണിയേട്ടൻ ചെയ്ത പോലെ, അല്ലെങ്കിൽ അതിലും ചെയ്ത മറ്റുള്ള ആൾക്കാർ ചെയ്ത പോലുള്ള ക്യാരക്ടേഴ്സൊക്കെ ഞങ്ങളുടെ വീട്ടിലും ഉണ്ട്, ഞങ്ങളുടെ പരിസരത്തും ഉണ്ട്. ഇതെങ്ങനെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നു, ഇതെങ്ങനെ എത്ര അപ്ഡേറ്റ് ആയിട്ട് നിങ്ങൾക്ക് കൊണ്ടുവരാനായിട്ട് പറ്റുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാവരും ചോദിക്കാറുണ്ട്. നമുക്ക് അതുപോലെ തന്നെ നമ്മൾ ഈ കള്ളുകൂടിയുടെ സാധനം ചെയ്യത്തില്ല, നമ്മൾ ഏത് നാട്ടിൽ ചെയ്താലും അവിടെ അതുപോലെ ഒരാളുണ്ടാവും.
എന്നിട്ട് അയാളുടെ പേരെടുത്തൊക്കെ ഉപയോഗിക്കും ഞാൻ. എന്നിട്ട് ഇപ്പൊ ഞാനൊരു സ്കിറ്റ് ചെയ്യുന്നതിനകത്ത് ആ സ്ഥലക്കാരൻ ഒരു ഉടനെ ചോദിക്കും, ഇപ്പൊ എല്ലാ സ്കിറ്റ് ചെയ്യുന്ന അപ്പൊ ഒരു രാജൻ എന്നും പറഞ്ഞ് പേര് വെച്ചോ, ഈ രാജന് ഇവിടെ വന്ന് മിമിക്രി ചെയ്യണമെന്നൊരു ആഗ്രഹം, അവസരം ചോദിച്ചു വന്നു, നിങ്ങൾ സമ്മതിക്കുമോ, നിങ്ങൾ നാട്ടുകാരനാന്ന് എന്നും പറഞ്ഞ് കയറ്റും. അപ്പൊ അങ്ങനെ രാജൻ അല്ലെങ്കിൽ ബാബു അങ്ങനെയുള്ള ഒരാടെ അവിടെ ഉള്ള ഒരാളുടെ പേരെ ഞാൻ ഉപയോഗിക്കത്തുള്ളൂ. എന്നിട്ട് ചെന്നിട്ട് ഈ ആദ്യമായിട്ട് സ്റ്റേജിൽ കയറുന്ന പോലെ എന്നിട്ട് അവതരിപ്പിക്കും. അതിനൊക്കെ നമുക്ക് അപ്പൊ അവരുമായിട്ടൊരു ബന്ധമുണ്ടല്ലോ, അപ്പം കുറച്ചുകൂടെ കയ്യടിയും ചിരിയും ഒക്കെ നമ്മൾ എന്ത് പറഞ്ഞാലും ചിരിക്കും. അങ്ങനെയൊക്കെ ഉള്ളൊരു സംഭവങ്ങൾ ചെയ്യുന്നുണ്ട്. അപ്പം ഇപ്പം സറ്റയർ ആയിക്കോട്ടെ, ടെലിവിഷൻ ആയിക്കോട്ടെ, സിനിമ ആയിക്കോട്ടെ, സീരിയൽ ആയിക്കോട്ടെ, അപ്പം നമ്മൾ ഈ സറ്റയറും ഫിക്ഷൻ ഒക്കെ ചെയ്യുമ്പോൾ നമുക്ക് സിനിമയിലോട്ടുള്ള എൻട്രി കുറച്ചും കൂടെ എളുപ്പമാണ് എന്ന് കേട്ടിട്ടുണ്ട് കമ്പയർഡ് ടു സീരിയൽസിലോട്ടുള്ള. അപ്പൊ അങ്ങനെ നിങ്ങൾക്ക് ലൈക് സീരിയൽസ്, മെഗാ സീരിയൽസ് വേണ്ടാന്ന് വെച്ചിട്ടുണ്ടോ? സിനിമയിലോട്ടുള്ള ചാൻസ് കുറയും എന്ന് വിചാരിച്ചിട്ട്? ഞാൻ ചെയ്തിട്ടുണ്ട്. സീരിയൽസ് വേണ്ടാന്ന് വെച്ചിട്ടുണ്ട്. നമുക്ക് സറ്റയർ മാത്രം മതി എന്നുള്ളതല്ലേ, മറ്റേ വിളിച്ചിട്ടേ ഇല്ല. കാരണം അത് സിനിമയെ ബാധിക്കും, സത്യമാണ്. ഇത് എളുപ്പമാണ്. ഇപ്പൊ ഈ മറിമായം എന്നുള്ള പ്രോഗ്രാമൊക്കെ ചെയ്യുന്നതുകൊണ്ട് നമുക്ക് ഏത് കഥാപാത്രം ചെയ്യാനുള്ള ഒരു ആത്മവിശ്വാസം ഉണ്ട്. എത്ര കഥാപാത്രങ്ങൾ ഞങ്ങളിപ്പോ 840ഓളം കഥാപാത്രങ്ങൾ ഇപ്പൊ മറിമായത്തിൽ ചെയ്തിട്ടുണ്ട്. 15 വർഷം. ജയസൂര്യ പടത്തിൽ ഒരു രാഷ്ട്രീയക്കാരനാണ് 15 പുണ്യാള നഗരം. അപ്പൊ അതുകൊണ്ട് നമുക്ക് ധൈര്യമാണ്, അങ്ങനത്തെ ക്യാരക്ടർ കിട്ടിയാൽ നമുക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു ആത്മവിശ്വാസം നമുക്കുണ്ട്. അതാണ് ഇപ്പൊ ഈ സിനിമയിലും ഗോപു വിളിച്ച എന്റെ ക്യാരക്ടർ പറഞ്ഞപ്പോൾ ഞാനതിനെ അങ്ങനെ ആ രീതിയിലേക്ക് കണ്ടു. പിന്നെ അത് മിംഗ്ലീർ ചെയ്തപ്പോൾ ഭയങ്കര സന്തോഷമായി. ഡബ് ചെയ്യാൻ പോയപ്പോഴാണ് ഇത്രയും സീനിൽ ഞാൻ ഉണ്ടായിരുന്നു എന്ന് തോന്നിപ്പോകുന്ന ഒരു ഘട്ടം. ഞാൻ ഗോപുവിനെ വിളിച്ച് ചോദിച്ചു, ഗോപു ഞാനും ഒരുപാട് സീനിലുണ്ടല്ലോ, എല്ലാരും ഉണ്ട് വിനോദേട്ടാ ഈ സിനിമയിൽ, എല്ലാവരും നായകന്മാർ. എല്ലാരും ചോദിച്ചെങ്ങനെയാ, ഞാനും ചോദിച്ചെങ്ങനെയാ, ഇനിയുണ്ട് ഡബിങ് കഴിയുന്നില്ല, തീരുന്നില്ല. ഓരോ പ്രാവശ്യം കഴിഞ്ഞാൽ ക്യാബിനിൽ നോക്കും, എത്തിക്കും, ഇല്ല ഉണ്ട് 2 സീനും കൂടി ഉണ്ട്, 2 സീനും ക്യാബിനിൽ നിന്ന് എത്തി നോക്കും, പോട്ടെ മോനെ പോട്ടെ, എനിക്ക് ഇല്ലാട്ടെ 2 സീനും കൂടെ. ഗോപി ചേട്ടൻ ഇതിനകത്ത് ഡിറക്ഷൻ, പ്രൊഡക്ഷൻ എന്റെ വൈഫാണ്. വൈഫിന്റെ പേര് ആഷൻ കിരൺ എന്നാണ്. ഞങ്ങൾ രണ്ടുപേരും ഡാൻസേഴ്സ് ആണ്. ഞങ്ങള് ഗ്രേഡഡ് ആർട്ടിസ്റ്റ് ആണ് ദൂരദർശനില്. അപ്പൊ ഞങ്ങൾക്ക് ഒരു സ്കൂളുണ്ട്, കിരൺസ് അക്കാഡമി ഓഫ് നാട്യ എന്ന് പറഞ്ഞിട്ട് ചെന്നൈയില്. ഞാൻ കുഞ്ഞുനാൾ മുതൽ ഞാൻ ചൈൽഡ് ആർട്ടിസ്റ്റ് ആയിട്ടൊക്കെ അഭിനയിച്ചിട്ടുണ്ട്. അപ്പം അങ്ങനെ അസിസ്റ്റന്റ് കൊറിയോഗ്രാഫറായിട്ടൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പം അങ്ങനെ നിറയെ സ്റ്റേജ് ഷോസും എല്ലാം ചെയ്യുന്നുണ്ട്. അപ്പം എനിക്ക് ഈ സിനിമ പാഷനാണ്, ഭയങ്കര പാഷനാണ്. എത്രത്തോളം ഡാൻസ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നു അതുപോലെയാണ് എനിക്ക് സിനിമയും. അപ്പം ഞാൻ വൈഫിനോടാണ് ഇങ്ങനെ കഥ ആദ്യം ഇങ്ങനെ പറയുന്നത് ഈ സിനിമയുടെ. അപ്പം പുള്ളിക്കാർ ഭയങ്കര സപ്പോർട്ടാണ്. അപ്പം അവൾ പറഞ്ഞ് നമുക്ക് ചേട്ടാ നമുക്കൊന്നും ചെയ്താലോ, ഞങ്ങൾ പ്രൊഡക്ഷനാണ്, അല്ല നമുക്ക് ട്രൈ ചെയ്യാം, അങ്ങനെ ആരംഭിച്ചതാണ്. അതിപ്പം 28-ാം തീയതിയിലേക്ക് വന്ന് നിൽക്കുന്നു. റിലീസാവുന്നു പടം. അപ്പം ഇപ്പൊ ഇതിന്റെ പാരലലി വേറെ കുറെ മൂവീസ് ഫെബ്രുവരി 28-ന് ഇറങ്ങുന്നുണ്ട്. അപ്പൊ അതിനകത്തുനിന്ന് ഇതിന് എന്താണ് ഒരു യുണീക്ക് എലമെന്റ്? യുണീക്ക് ഞാൻ പറയട്ടെ, പോയിട്ട് ഇപ്പൊ നമ്മള് സാധാരണ ഒരു മൂവി കാണാൻ പോകുന്നത് ഇപ്പം അറിയാലോ, ഇപ്പൊ ചെറിയ കുഞ്ഞുങ്ങൾക്ക് വരെ ഭയങ്കര സ്ട്രെസ്സും ഡിപ്രഷനും ഒക്കെയാണ്. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് പോയിട്ട് കുറച്ച് കൂളായിട്ടിരുന്ന് കുറച്ച് ചിരിച്ച് എൻജോയ് ചെയ്ത് തിയേറ്ററിൽ നിന്ന് വെളിയിൽ ഇറങ്ങുമ്പോഴത്തേക്കും സന്തോഷമായിട്ട് വരാം. അതാണ് ഈ സിനിമ. എന്താ പറയുന്നു? സിനിമയിൽ സാധ്യമാണ്. ശ്രീകുമാരേട്ടാ, ഒരു ഭയങ്കര വൈറൽ വീഡിയോ ഒക്കെ കണ്ടല്ലോ, വാലന്റൈൻസ് ഡേ സ്പെഷ്യൽ. അത് ആരുടെ ഐഡിയ ആയിരുന്നു? അത് ഞങ്ങള് വാലന്റൈൻസ് ഡേയുടെ അന്ന് കുറച്ച് തിരക്കുകളൊക്കെ ആയിരുന്നു. അപ്പൊ ഞങ്ങൾ മിക്ക ഇതുപോലുള്ള ഒക്കേഷനിലും എന്തെങ്കിലും ഒരു സർപ്രൈസ് അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഒരു സംഭവം ഇങ്ങനെ ഫ്രണ്ട്സുമായിട്ടൊക്കെ പ്ലാൻ ചെയ്യാം. അന്ന് നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ ഈ കാറിൽ വരുന്ന സമയത്ത് ഞാൻ സ്നേഹയോട് ചോദിച്ചു, എന്താണ് ഇന്നത്തെ പരിപാടി, എന്താണ് ഗിഫ്റ്റ് എന്തെങ്കിലും, അങ്ങനെ എന്തെങ്കിലും. ഇന്ന് ഗിഫ്റ്റ് ഒന്നും വേണ്ട, നമുക്കൊരു പാട്ട് നോക്കിയാലോ എന്ന് പറഞ്ഞിട്ട് ഞങ്ങളൊരു കവിത കേട്ടു, ആത്മരഹസ്യം എന്ന് പറഞ്ഞിട്ട് ചങ്ങമ്പുഴയുടെ മധുസൂദനൻ സാറ് ചൊല്ലിയ കവിത കേട്ടു. കവിത കേട്ടിട്ട് അത് നമുക്കൊന്ന് പ്രസന്റ് ചെയ്താലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ അങ്ങനെ ഒരു വീഡിയോ അങ്ങനെ ഓൺ ദ സ്പോട്ട് അങ്ങനെ ചെയ്തതാ. ഓക്കെ, പക്ഷെ അതിനകത്താണെങ്കിൽ ഒരു യൂറോപ്യൻ സ്റ്റൈലിൽ കോസ്റ്റ്യൂം ആയിക്കോട്ടെ ഭയങ്കര അടിപൊളിയായിട്ടാ ചെയ്തേക്കുന്നത്. അത് വേറൊരു വീഡിയോ ആണ്. അത് വണ്ടർഫുൾ ടു നൈറ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു സോങ് എടുത്തിട്ട് ഞങ്ങള് ഒരു 1 hourനകത്ത് ചെയ്തൊരു
വീഡിയോ ആയിരുന്നു അത്. അത് ആരുടെ ഐഡിയ ആയിരുന്നു അങ്ങനെ ചെയ്യാന്നുള്ളത്? സ്നേഹ. ഉണ്ടല്ലോ. ഇപ്പൊ പോയതേ ഉള്ളൂ. പുള്ളി നന്നായിട്ട് ഡാൻസ് ചെയ്യും. ഡാൻസ് ചെയ്യും നല്ല അല്ലേ മേഖല സ്നേഹത്തിനകത്ത് കാണാൻ ശരിക്കും ഡോളിനെ പോലെ കറക്റ്റ് ഡോളായിരുന്നു. ഓക്കെ. അപ്പം സ്നേഹ ചേച്ചി ഇപ്പം പറഞ്ഞില്ല ഇങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ. അപ്പം പാർട്ട്ണർ എന്നുള്ള നിലയ്ക്ക് ചേട്ടന്റെ ഇപ്പം കരിയറിന് എത്രത്തോളം സപ്പോർട്ടിങ് ആണ്? ഫുൾ ടൈം സപ്പോർട്ടാണ്. നമ്മളിപ്പോ കണ്ടില്ലേ, ഇന്റർവ്യൂ എടുക്കുന്ന സമയത്ത് പോലും ഇവിടെ വന്നിട്ടേ പോളൂ. എല്ലാരുമായിട്ട് കണക്റ്റഡ് ആണ്. ചെക്ക് ചെയ്യാൻ വരുന്നത് ആളിവിടെ തന്നെ ഇല്ലെന്ന് അറിയാൻ വേണ്ടി വന്നതാ. എല്ലാ ഞാൻ പോകുന്ന എല്ലാ അയാളും ആർട്ടിസ്റ്റാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ ഇതിലുള്ള എല്ലാവരുമായിട്ടും എല്ലാവരെയും അറിയാം. ഫ്രീ ടൈമൊക്കെ കിട്ടുമ്പോഴത്തേക്ക് ഞാൻ മറിമായത്തിന് സെറ്റിൽ പോകാറുണ്ട്, ഇങ്ങോട്ട് വരാറുണ്ട്. ഓക്കെ. അപ്പൊ നിങ്ങളെല്ലാരും ഒരുപാട് നമ്മൾ ചിരിപ്പിച്ചിട്ടുള്ള ആൾക്കാരാണ്. അപ്പം ഇപ്പൊ സലീം കുമാർ ഏട്ടൻ ആയിക്കോട്ടെ, നമ്മളെ ചിരിപ്പിച്ചിട്ട് പെട്ടെന്നാണെങ്കിൽ ഒരു സീരിയസ് ക്യാരക്ടർ, ഇപ്പം ആദമിന്റെ മകൻ അബു, പിന്നെ അതുപോലെ തന്നെ നമ്മുടെ സുരഭി ചേച്ചി ആണെങ്കിൽ നമ്മളെ പൊട്ടിച്ചിരിപ്പിച്ചിട്ടുള്ള ആള് പെട്ടെന്നാണെങ്കിൽ ഇപ്പൊ ARMലൊക്കെ ഭയങ്കര ഗംഭീര പെർഫോമൻസ് ആയിരുന്നു, ഇപ്പൊ നാഷണൽ അവാർഡ് വിന്നർ. അപ്പൊ നിങ്ങൾക്കും അതുപോലെ ഒരു സീരിയസ് ക്യാരക്ടർ ചെയ്യണം എന്നുള്ള ഒരു ആഗ്രഹമൊക്കെ ഉണ്ടാവില്ലേ? എന്ത് ചോദ്യം. എനിക്ക് കോമഡി ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹം. കോമഡി ചെയ്യണം, ഭയങ്കര ഇഷ്ടമാണ് കോമഡി ചെയ്യണമെന്ന്. ഞാൻ പക്ഷെ എന്റെ കഥാപാത്രം സീരിയസ് ക്യാരക്ടർ ആണ്. ഇപ്പൊ കാണുന്നതിനേക്കാൾ ശുദ്ധനായിട്ടാ ശുദ്ധ ഒരു പാവം ചെറുക്കനായിട്ട് അതിനകത്ത്. ഇപ്പൊ പറഞ്ഞല്ലേ, കഥയുണ്ട്, സംവിധായകനുണ്ട്, ഒരു പ്രൊഡ്യൂസർ തന്നാ ഞാനൊക്കെ സീരിയസ് ആയിട്ട് അഹങ്കാരം കൊണ്ട് പറയുന്നില്ല. ഈ കോമഡി ചെയ്യുന്നവർക്കേ ഇപ്പൊ കോമഡി ഏത് ക്യാരക്ടർ ചെയ്യാൻ പറ്റുമല്ലേ എന്നുള്ളതെല്ലാം നന്നായിട്ട് നമുക്ക് ഈ ഒരു ക്യാരക്ടർ റോള് തന്നു കഴിഞ്ഞാൽ ഗംഭീരമാക്കാൻ പറ്റും എന്നുള്ള ഒരു വിശ്വാസം ഇപ്പൊ തെളിഞ്ഞ് ഇടിക്കല്ലോ. സുരാജ്, ജാഫർ, അവരൊക്കെ എന്തോ കോമഡി ചെയ്തോണ്ടിരുന്നവരാ. അവരിപ്പോ ചെയ്യുന്ന ക്യാരക്ടറുകളെ കണ്ടില്ലേ? നമുക്ക് അതുപോലെ കിട്ടിയാൽ നമ്മൾ ചെയ്യാനുള്ള ഒരു ആഗ്രഹമുണ്ട്. അതെ, കോമഡി അവതരിപ്പിക്കാന്ന് പറഞ്ഞത് സീരിയസ് ക്യാരക്ടർ അവതരിപ്പിക്കുന്നതിനെക്കാട്ടിലും ഭയങ്കര പാടായിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം കോമഡി അത് അവതരിപ്പിക്കാനും അത് കണ്ട ആൾക്കാരെ ചിരിപ്പിക്കാനും നമുക്ക് നാണക്കേടാ. അതെ. അങ്ങനെ എപ്പോഴെങ്കിലും ചേട്ടൻ ഇങ്ങനെ ഇതിൽ കോമഡി പറഞ്ഞിട്ട് ചിരിക്കാണ്ടായി ചമ്മിപ്പോയ സിറ്റുവേഷൻ ഒക്കെ ഉണ്ടായിട്ടുണ്ടോ? അങ്ങനൊന്നും ഉണ്ടായിട്ടില്ല. ചിരിച്ചിട്ടേ ഉള്ളൂ. നമ്മൾ ചിരിക്കുന്ന കാര്യങ്ങളെ നമ്മൾ പറയാറുള്ളൂ. ഇപ്പൊ തന്നെ മോൾ ഇത്തിരി ചിരിച്ചു. വിനോദായിട്ട് ഉണ്ടായിട്ടുണ്ടോ? ഇല്ല, അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ഇല്ല. കാരണം നമ്മൾ അത്രയും കോൺഫിഡൻസോടെയാണ്. കാരണം നമ്മളിത് പെട്ടെന്ന് പോയി ചെയ്യില്ലല്ലോ. ഒന്ന് പ്രിപ്പയർ ചെയ്തിട്ടുള്ള ചിരിക്കും. ഈ ഇപ്പൊ ഒരു സബ്ജക്ട് നമ്മൾ ചെയ്യാൻ തുടങ്ങുമ്പോൾ ഏറ്റവും അടുത്തൊരു സുഹൃത്തിനോട് നന്നായിട്ട് നമ്മളെ ഇവാലുവേറ്റ് ചെയ്യുന്ന ഒരാളോട് അത് പറയും. അയാള് ചിരിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഓക്കെയാണ്, എല്ലാവരും ചിരിക്കും. നമ്മൾ സ്ക്രിപ്റ്റ് എഴുതാൻ ഇരിക്കത്തില്ലേ, അപ്പൊ നമ്മൾ നമ്മെ പറയുമ്പോ തന്നെ നമ്മൾ ചിരിക്കുമെന്ന് നമുക്കൊരു ഉറപ്പാണ്. അത് ആൾക്കാർ ചിരിക്കും. നമുക്ക് ചിരിക്കാൻ ഇച്ചിരി പാടുള്ളവരാണ്. ചില സീൻസ് ഒക്കെ ഇംപ്രൂവൈസ് ചെയ്യണ കാണുമ്പോഴേ നമ്മൾ തന്നെ മറന്നു അവിടെ നിന്ന് ചിരിച്ചു ഭയങ്കരമായിട്ട് ചിരിച്ചു പോകും. അത് വെച്ച് അതാണ് കാരണം കോമഡി ചെയ്യണ ഈസി അല്ല. ചിരിപ്പിക്കുക എന്ന് പറഞ്ഞത് ഒട്ടും ഈസി ആയിട്ടുള്ള കാര്യമാണ്. ആട് 2 പറ്റി ആട് 3 വരുമോ? വരാൻ സാധ്യതയുണ്ട്. എന്തായി, എവിടം വരെ ആയി അതിന്റെ ഷൂട്ടും കാര്യങ്ങൾ? അല്ല, അങ്ങനെയല്ല, ആട് 3 എവിടം വരെ ആയി? അടുത്ത് വരുന്നൊക്കെ ഇങ്ങനെ ഷൂട്ടൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല? ഇല്ല. ഓക്കെ. അപ്പം അടുത്തത് വേറൊരു സിമ്പിൾ സെഗ്മെന്റ് ആണ്. ഈ സെഗ്മെന്റിന്റെ പേരാണ്, അല്ല നമ്മൾ കുറെ സിനിമയെ പറ്റി സംസാരിച്ചില്ലേ, അപ്പം ഈ സെഗ്മെന്റിന്റെ പേരാണ് കൗതുകം ലേശം കൂടുതലാ. സൗഹൃദം, കൗതുകം ലേശം കൂടുതലാ. അപ്പൊ അല്ല, ഞാൻ അപ്പൊ ഓരോ ചോദ്യങ്ങൾ ചോദിക്കും. അപ്പൊ ആ ചോദ്യങ്ങൾക്കാണെങ്കിൽ പാട് വെച്ച് അവസാനിക്കുന്ന ഉത്തരം പറയണം. പാട് ഒരുപാട് ഒരുപാട്. അപ്പൊ അതിനകത്തൊരു പാടില്ലേ, അതുപോലെ പാട് വെച്ച് അവസാനിക്കുന്ന ഇത് പറയണം. ഓക്കെ? എന്താ ഏട്ടാ, എന്താ? ഓക്കെ. അപ്പം ഫസ്റ്റ് ക്വസ്റ്റ്യൻ, മറക്കാതിരിക്കേണ്ട പാട്. മറക്കാതിരിക്കേണ്ട പാട്. മറക്കാതിരിക്കേണ്ട പാട്. കടപ്പാട്. കുറിപ്പാടാ? മുറിപ്പാട്. ഓക്കെ. അടുത്തത്,
മറ്റുള്ളവരോട് നന്നായി ചെയ്യേണ്ട പാട്. ചിന്തിച്ചോക്ക്. മറ്റുള്ളവരോട് നന്നായി ചെയ്യേണ്ട പാട്. നീ ചെയ്യാതിരിക്കുന്ന എന്താണെന്ന് ചോദിച്ചു. ഞാൻ നന്ദിയോടൊന്നും ചോദിക്കും. അല്ല, ഒന്ന് ചിന്തിച്ചു നോക്കിയാൽ കിട്ടും. കറക്റ്റ്. അടിപൊളി. ഇവര് ഭയങ്കര സ്ട്രോങ് ആട്ടാ. ഞാൻ വെച്ചിരിക്കുകയാണ് എനിക്ക് വേണ്ടി ഉത്തരം പറയാൻ. ഓക്കെ, ഇടപാട്. അടുത്തത് ആഗ്രഹിച്ചത് കിട്ടാനുള്ള പാട്. അടിപ്പാട്. അല്ല, ആഗ്രഹിച്ചത് കിട്ടാനുള്ള പാട്. അതിനകത്ത് അവിടെ പാട്. അതിന്റെ കുറച്ചടുത്തെത്തി, കുറച്ചും കൂടെ. ഈ ചേട്ടനായിട്ടൊന്ന് കണക്ട് ചെയ്ത് ആലോചിച്ച് നോക്ക്. ആഗ്രഹിച്ചത് കിട്ടാനുള്ള പാട്. ഗുരുവായൂർ അമ്പലവും ഒക്കെ ആലോചിച്ച് നോക്ക്. വെളിപാടല്ല, വഴിപാട്. ഓക്കെ. വിഷമത്തിലാക്കുന്ന പാട്. വേർപാട്. അത് ശരിയാട്ടോ, അത് ശരിയാണ്. പക്ഷെ കഷ്ടപ്പാടാണ് ഇതിനകത്തുള്ള ഉത്തരം. ഓക്കെ, അടുത്തത് നമ്മെ പിന്തുടരുന്ന പാട്. നമ്മെ പിന്തുടരുന്ന പാട്. കലിപ്പാട്. അല്ല, കാൽപ്പാട്. ചേട്ടൻ ഭയങ്കര സ്ട്രോങ്ങാ. കാൽപ്പാട്. ഓക്കെ, ഓക്കെ. അടുത്തത് ചില കാര്യങ്ങൾ നേടാനുള്ള പാട്. ചില കാര്യങ്ങൾ നേടാനുള്ള പാട്. അല്ല, പിന്നെ പെടാപ്പാട്. കഷ്ടപ്പാടും ഒന്നാ. മൊത്തത്തില് ഇത് മൊത്തത്തിലൊരു പാട് പെടും. എല്ലാത്തിനും കഷ്ടപ്പാടെന്നൊക്കെ പറഞ്ഞാൽ അല്ല, ഇത് ശരിയാക്കി എടുക്കാൻ എത്ര കഷ്ടപ്പെട്ടു. ഓക്കെ. തൊട്ടക്കലയുള്ള പാട്. തൊട്ടക്കലേ മലയാളം തോട്ടക്കലയുള്ള പാട്. ഇതിപ്പോ എഴുതി കൊടുക്കാൻ തോട്ടക്കലയും അത് വിട്. അതെന്ത് വൃത്തികെട്ട വാക്കാണ്. വായിച്ചു പറ്റൂ ചേട്ടൻ. അത് വായിച്ചിട്ട് പോയാൽ മതി. വായിച്ച് അതൊരു കഷ്ടപ്പാടാ. തൊട്ടുമ്പോ പറഞ്ഞു അയ്യോ പോലെ കഴിഞ്ഞില്ല. ചേട്ടാ സോറി. തൊട്ടകലെയുള്ള പാഠം പോയി വായിച്ചത്. മലയാളം അറിയത്തില്ല, ചുമ്മാ വന്നിരിക്കുവോ? അല്ല ചേട്ടാ, ഇത് അല്ല, അങ്ങനെ ചേട്ടൻ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഇതവള് കട്ടി വിട്ടു. മലയാളത്തിൽ ഇങ്ങനെ എഴുതി വെച്ചേക്കുന്നത് അത് വായിക്കാൻ അറിയാൻ വേണ്ടി. ചേട്ടൻ ഈ ചേട്ടൻ എഴുതി ചേട്ടൻ വൃത്തികെട്ട ഹാൻഡ് റൈറ്റിംഗ്. ആർക്കും മനസ്സിലാവും. തൊട്ടകലെയുള്ള പാട്. ഒരുപാട്. അല്ല, തൊട്ടകലെ ആവുമ്പോൾ ഒരു പാട്. ഹരിപ്പാട്. വെളിപ്പാട്. വെളിപ്പാട്. എനിക്ക് മാറിപ്പോവും, വേണ്ട. അതെന്താടേ, അത് ശരിയല്ലേ? എനിക്ക് തൊട്ടകലുള്ളത് ഹരിപ്പാടാണ്. അതാ ഞാൻ പറഞ്ഞത്. ഓക്കെ. തുള്ളുന്ന പാട്. തുള്ളുന്ന പാട്. അടിപൊളി. ഈ അവരാ പറയുന്നേ, നിങ്ങൾ എന്താണ്? അടുത്തത് എണ്ണത്തിൽ കൂടുതലുള്ള പാട്. എണ്ണത്തിൽ കൂടുതലുള്ള പാടാ. ആദ്യം അവനെ പറഞ്ഞു വിടണം ഇവിടുന്ന്. അതെനിക്ക് ഇഷ്ടപ്പെട്ടു. എണ്ണത്തിൽ കൂടുതൽ. നമ്മൾ ആദ്യം പറഞ്ഞതാണ്. എല്ലാത്തിനും ഒരു ഉത്തരേ ഉള്ളൂ. അല്ല, ഒരുപാട്. ഒരുപാട്. ഓക്കെ, അടുത്തത് ദിവസവും മറക്കാതെ തീർക്കുന്ന പാട്. ഓർക്കാപ്പാടാ. വെറുതെ പറയാ. ദിവസവും മറക്കാതെ തീർക്കുന്ന പാട്. ഷാപ്പാട്. അത് മറന്നുപോയി, മോശം. ഓക്കെ. അപ്പൊ നേരത്തെ പറഞ്ഞത് തൊട്ട്. ചേട്ടാ അത് പറയല്ലേ, തൊട്ടക്കലി. തൊട്ടക്കലയുള്ള പാട്. തൊട്ടക്കലയുള്ള. ഈശ്വര, ഈ കുട്ടിയെ രക്ഷിക്കണേ.
സോറി ഇനിയുണ്ടോ സെഗ്മെന്റ്? ഇല്ല, സെഗ്മെന്റ് കഴിഞ്ഞു. അപ്പൊ നെൽസൺ അത് ചേട്ടൻ അത് തന്നെ മതി നമുക്ക് ഈ പാടുകൾ തുടരാം. പാട് കഴിഞ്ഞു. കഴിഞ്ഞു. പക്ഷെ അതൊരു രസം ഉണ്ടായിരുന്നു. ആണാ? എന്റെ ചേട്ടൻ ഒന്നും പറഞ്ഞില്ലല്ലോ, ഇവരാണല്ലോ എല്ലാം പറഞ്ഞത്. അത് എന്തോ വന്നിട്ട് അവര് ഫസ്റ്റ് പ്രൈസിന് റണ്ണിങ് റേസിന് ഇരിക്കുന്നതുകൊണ്ട് നമുക്ക് ആലോചിക്കാൻ സമയം തന്നെ. അതെ, അവര് ഭയങ്കര, ചേച്ചി ഭയങ്കര സ്ട്രോങ് ആ. ചേച്ചി അതാ ഭയങ്കര- ഇവിടുന്ന് ഇവിടെ നിങ്ങൾ ചേച്ചി അവൻ എഴുത്തുകാരനാ. ഇപ്പൊ ഈ ചേട്ടനാ? അല്ലല്ല, ആ, അവിടെ നിന്ന് ചേട്ടനല്ലേ? അവന് കാര്യങ്ങൾ പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ പറ്റും. catch ചെയ്യാൻ പറ്റും. പിന്നെ മറ്റേ പിന്നെ സുരേഷ് ചേട്ടനാണെങ്കിൽ ഇങ്ങനെ ഒരുപാട് വിഷയങ്ങളും കാര്യങ്ങളും ഒക്കെ ജീവിച്ച് വന്നൊരു പാർട്ടിയാണ്. പുള്ളിക്ക് പെട്ടെന്ന് കത്തും. അതെല്ലാം ഓക്കെ. പക്ഷെ മറ്റേ ചോദ്യത്തിന് ഈ ജന്മത്തിൽ ആർക്കും ഉത്തരം പറയാൻ പറ്റില്ല. തൊട്ടക്കലി ചേട്ടൻ തൊട്ടക്കലി വരുന്ന പാടുന്നത്. തൊട്ടക്കലി എന്ന് പാടുന്നത്. ഇപ്പൊ എന്റെ കൂടെയുള്ള എല്ലാവരും നന്നായിട്ട് പാട്ട് പാടുന്ന ആൾക്കാരാണ്. അപ്പൊ എല്ലാവരും കൂടെ ഒരു പാട്ട് പാടണം. എല്ലാരും കൂടി ചേർന്ന് ഒരു പാട്ട് പാടിയാലോ? അല്ല, ചേട്ടനൊരു പാട്ട്, ചേട്ടനൊരു പാട്ട്, ചേട്ടനൊരു പാട്ട്, ചേട്ടനൊരു പാട്ട്. അന്ന് എല്ലാരും കൂടെ കൂടി ഒരു പാട്ട് പാടിക്കോ. ഒരു പാട്ട്. എല്ലാരും കൂടി ചേർന്ന് ഒരു പാട്ട്. ഏത് പാട്ട് പാടുക? മണിച്ചേട്ടന്റെ പാട്ട് മതിയോ? പാട്ട് മണിച്ചേട്ടന്റെ പാട്ട് പറയാം. മണിച്ചേട്ടന്റെ പാട്ട് പറയാം. മിന്നാമിനുങ്ങേ മിന്നും മിനുങ്ങേ എങ്ങോട്ടാണെങ്ങോട്ടാണീ തിടുക്കം, നീ തനിച്ചല്ലേ പേടിയാകില്ലേ, കൂട്ടിന് ഞാനും വന്നോട്ടെ. മിന്നാമിനുങ്ങേ മിന്നാമിനുങ്ങേ മിന്നും മിനുങ്ങേ എങ്ങോട്ടാണെങ്ങോട്ടാണീ തിടുക്കം, നീ തനിച്ചല്ലേ പേടിയാകില്ലേ, കൂട്ടിന് ഞാനും വന്നോട്ടെ. മിന്നാമിനുങ്ങേ. അടിപൊളി അടിപൊളി അടിപൊളി. അപ്പം എന്താണ്, ഫെബ്രുവരി 28 ഇറങ്ങാൻ പോകുന്ന ആത്മസഹോയ്ക്ക് എല്ലാവിധ ആശംസകളും നേരുന്നു. താങ്ക് യു സോ മച്ച് ഫോർ യുവർ ടൈം. കാണുമ്പോ ഈ പാടിന്റെ കാര്യം